ഏകാദശികളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ പുത്രദ ഏകാദശി. ധനുമാസത്തിലെ ഏകദേശം ഡിസംബർ, ജനുവരി വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചുവരുന്നത്. മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ സ്വർഗകവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം. പുത്രദ ഏകാദശി എന്നും വിധിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഏകാദശി വിധിയാവണ്ണം അനുഷ്ഠിച്ചാൽ സൽപുത്രനോ പുത്രിയോ ജനിക്കുമെന്നും സർവ്വ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും പുരാണങ്ങളിൽ കാണാം. അന്ന് ക്ഷേത്രത്തിന്റെ മുൻവാതിൽ, സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ കവാടമായി സങ്കൽപ്പിച്ചു പ്രത്യേക പൂജ നടത്തുന്നു. അതിൽ കൂടി കടന്ന ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി, മിക്കവാറും പിൻവാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ്. അതിലൂടെ സ്വർഗമോ അതിനേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെയോ കടന്നുപോകുന്നു എന്നാണ് വിശ്വാസം. മരിച്ചുപോയവരുടെ പിതൃ പ്രീതിക്കായി വഴിപാടുകൾ നടത്തുവാനും പാവങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, കഴിവുപോലെ മറ്റ് സഹായങ്ങൾ എന്നിവ ദാനം ചെയ്യുവാനും പറ്റിയ ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം. സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി, മോക്ഷപ്രാപ്തി, ദൈവാനുഗ്രഹം, ആപത്തിൽ രക്ഷ എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്ന് വ്രതമെടുക്കുന്നവരുടെ ഗൗരവമായ പാപങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പിതൃക്കൾക്ക് പോലും വൈകുണ്ഠപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്ന് മരണപ്പെടുന്ന ഭക്തന്മാർക്ക് മോക്ഷപ്രാപ്തിയോ സ്വർഗമോ ഉണ്ടാകുമെന്നും വിശ്വസിച്ചുവരുന്നു.